സിറാജും ഷാഹിദും വിവാഹത്തിനായി വെള്ളിയാഴ്ച ബംഗ്ലാദേശിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായാണ് അപകടത്തിന്റെ രൂപത്തിൽ മരണത്തിന്റെ വിളിയാളമെത്തിയത്. ഒമാനിൽ കാറിനുള്ളിൽ ബംഗ്ലാദേശ് സ്വദേശികളായ 4 സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ഏറെ വേദനയോടെയാണ് ഒമാനിലെ പ്രവാസി സമൂഹം കേൾക്കാനിടയായത്. മുലദ്ദയിൽ ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. ബുധനാഴ്ച പുലർച്ചെ 2ഓടെയാണ് വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. ബംഗ്ലാദേശിലെ ചട്ടോഗ്രാം ജില്ലയിലെ രംഗുനിയ സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, മുഹമ്മദ് ഷഹദ്, മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷാഹിദ് എന്നിവരാണ് മരിച്ചതെന്ന് ഒമാനിലെ ചട്ടോഗ്രാം അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് യാസിൻ ചൗധരി അറിയിച്ചു. ചൊവ്വാഴ്ച 4 സഹോദരന്മാരും ഒന്നിച്ച് കാറിൽ പർച്ചേസിനായി പുറത്തുപോയിരുന്നു. കാർ മുലദ്ദയിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടു. ചൊവ്വാഴ്ച രാത്രി 8ഓടെ ബർക്കയിൽ താമസിക്കുന്ന ബന്ധുവിന്റെ വാട്സപ്പിലേക്കെത്തിയത് തീർത്തും അസ്വാഭാവികമായ സന്ദേശമായിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുന്നുണ്ടെന്നും കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും കാണിച്ചായിരുന്നു ആ സന്ദേശം. പ്രദേശത്തിന്റെ ലൊക്കേഷനും ഇവർ അയച്ചു നൽകിയിരുന്നു. അർദ്ധരാത്രി 1 മണിയോടെ 2 ബംഗ്ലാദേശികൾ സ്ഥലത്തെത്തി. 4 പേരെയും കാറിനകത്ത് ബോധരഹിതരായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു. റോയൽ ഒമാൻ പോലീസ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. കാറിലെ AC തകരാറിലായി വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്ന് കരുതപ്പെടുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ യഥാർത്ഥ കാരണം വ്യക്തമാവൂ. സംഭവത്തിൽ അധികൃതർ അന്വേഷണം തുടരുകയാണ്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി ബംഗ്ലാദേശി പ്രവാസി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഗൾഫ് മാധ്യമം, മസ്കത്ത്.